ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ആമസോണിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നോൺ സ്ക്രാച്ച് ഡിഷ് വാഷ് ക്ലോത്ത് ആണ്. ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബിനും സ്പോഞ്ചിനും പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഇതുപോലൊരു നെറ്റ് ടൈപ്പാണ്. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഡ്രസ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു നെറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെയാണ് ഏകദേശം. ഇത് ഇതുപോലെ മടക്കിയെടുത്താൽ കറക്റ്റ് നമ്മുടെ തുണിയൊക്കെ മടക്കി പിടിച്ചാലുള്ള അത്രയും വലുപ്പമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ച് പാത്രം കഴുകുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ക്ലോത്ത് പോലെയാണെങ്കിലും ഇത് ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുമ്പോൾ ഇത് കീറിപ്പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് റീയൂസബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള സ്ക്രബുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സാധാരണ സ്റ്റീൽ സ്ക്രബിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിലങ്ങ് കുടുങ്ങിക്കിടക്കും. അത് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേസമയം ഇതിൽ ഒട്ടും തന്നെ ഒന്നും കുടുങ്ങിക്കിടക്കില്ല. പിന്നെ ഇതിൻ്റെ പേര് പോലെ ഇത് നോൺ സ്ക്രാച്ചബിൾ ആണ്. ഇത് വെച്ച് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉരച്ച് കഴുകിയെടുത്താലും അതിലൊട്ടും തന്നെ സ്ക്രാച്ച് വീഴില്ല. അതേസമയം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ ഇത് നമുക്ക് സ്റ്റൗ, ഓവൻ ഇതൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ആപ്പിളൊക്കെ ഇത് വെച്ചിട്ട് പുറം ഭാഗം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ആ ഒരു മെഴുക് പോലുള്ള എന്തെങ്കിലുമൊക്കെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ആമസോൺ സ്റ്റോറിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വയ്ക്കാം. ആവശ്യമുള്ളവർ ആ ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതി. 10 എണ്ണത്തിന് ഏകദേശം 179 രൂപയാണ് വരുന്നത്. അതും ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇത് ഞാനിതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയെടുത്ത ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഇത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. നമ്മളൊരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. അത്രയും നന്നായിട്ട് ഇത് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത് ഉരച്ചു കൊടുത്താൽ സ്ക്രാച്ച് വീഴില്ല എന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് കഴുകാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഇതുപോലെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ ആ ഒരു ലോഷനിൽ മുക്കുകയേ വേണ്ടൂ. കുറേ പാത്രങ്ങൾ കഴുകാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് ഒരുവിധം കട്ടിയുള്ള കറകളൊക്കെ നമുക്ക് ഉരച്ച് കഴുകിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം കഴുകിയെടുത്ത് നോക്കാം. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ഒട്ടും തന്നെ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം അതുപോലെ തന്നെയുണ്ട്. ഇത് വെച്ച് ഞാൻ നമ്മുടെ ചായപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. പിന്നെ നന്നായിട്ടങ്ങ് അടിവെക്ക് പിടിച്ച് കരിഞ്ഞു പോയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി നമുക്കിത് ഇതുപോലെ വിരിച്ചിട്ട് ഉണക്കിയെടുക്കാം. നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്ക്രബറോ സ്പോഞ്ചൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ ഒരാഴ്ച മാത്രം ഉപയോഗിക്കാവൂ എന്നാണ് പറയുന്നത്. കാരണം അതിലൊക്കെ അത്രയും ബാക്ടീരിയ ഉണ്ടാകും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വയ്ക്കാം. ആവശ്യമുള്ളവർ ആ ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.